ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ഏറ്റവും സിമ്പിളായിട്ട് പോക്കറ്റ് കുർത്തി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതിൻ്റെ കട്ടിംഗ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് കേട്ടോ കാണിക്കണേ. ആദ്യമേ തന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ബാക്ക് പോർഷൻ ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കറക്റ്റായിട്ട് ചേർത്ത് വയ്ക്കുക. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന പോലെ വേണം വെക്കാനായിട്ട്. അതായത് ബാക്ക് പോർഷൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കണം. രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ രണ്ട് സൈഡിലും ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മൾ നെക്കാണ് കേട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ നെക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ 34 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലൊരു സ്ട്രെയിറ്റ് പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നതാണ്. ആവശ്യം കഴിഞ്ഞ് നമുക്കത് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് സാധാ കോളർ നെക്ക് പോലെ അങ്ങനെ ടെൻഷൻ പിടിച്ച കാര്യമൊന്നുമില്ല. കുറച്ച് കൂടുതൽ ലെങ്ത്തിൽ ഇതുപോലൊരു സ്ട്രെയിറ്റ് പീസ് ക്ലോത്ത് എടുക്കുക. ഇതിൻ്റെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ വീതി വരേണ്ടത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ നീളം ഞാൻ എടുത്തിരിക്കണേ 34 ഇഞ്ച്. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു പീസ് ക്ലോത്തിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ്. നല്ല വശം പുറത്ത് കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അറ്റത്തേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയതിന് ശേഷം അറ്റത്തേക്കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഹാഫായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ആ ഒരു പീസ് ഹാഫായിട്ട് മടക്കിയിട്ട് ഞാൻ ഇതുപോലെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നെക്കിൻ്റെ പോർഷനാണ്. നല്ല വെച്ചാണ് കേട്ടോ ഇത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 പോയിൻറ്റും കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു തുണി ഈ ഒരു പോയിൻറ്റിനേക്കാൾ ഒരു 2 ഇഞ്ച്, ഈ ഒരു പോയിൻറ്റിൽ നിന്ന് 2 ഇഞ്ച് എക്സ്ട്രാ നിൽക്കുന്ന പോലെ വെച്ച് കൊടുക്കുക. 2 ഇഞ്ച് എക്സ്ട്രാ വരുന്ന പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് ഈ ഒരു നെക്കിന് ചുറ്റും ഇതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. കുറച്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു പോർഷനൊക്കെ വരുമ്പോൾ പയ്യെ കുത്തി നിർത്തിയിട്ട് വേണം റൗണ്ടിന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്. അപ്പം ഇതുപോലെ ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ബാക്കി എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ബാക്കി തുണി ഉണ്ട്. ഇത്രയും തുണി ബാക്കിയാണ്, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ കട്ട് ചെയ്ത നെക്കിനോട് ചേർത്ത് വെച്ചിട്ട് കുറച്ച് തയ്യൽ തുമ്പിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഈ ഒരു പോയിൻറ്റിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് തുണി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറക്റ്റ് ഇതേ ഷേപ്പിന് തന്നെയാണ് ഈ ഒരു തുണി വെച്ച് കൊടുക്കുന്നത്. കുറച്ച് തയ്യൽ തുമ്പിട്ട് നമുക്കിതേ ഇവിടെ നിന്ന് മുതലങ്ങ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഇവിടെ നിന്ന് മുതൽ അറ്റം വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഞാൻ ദേ ഈ ഒരു പോയിന്റ് മുതലാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഈ ഒരു പോയിൻ്റൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ റൗണ്ടിന് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ദേ ഇവിടെയാണ് നമ്മൾ കട്ടിങ് വന്നിരിക്കണേ. അതിനേക്കാൾ കുറച്ച് താഴേന്നാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. അതായത് ദേ ഈ ഒരു പോയിന്റിൽ നിന്ന് കുറച്ച് താഴ്ത്തിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിരിക്കണേ. ഈ ഒരു പോയിന്റിൽ നിന്നാണ് അറ്റം വരെ നമ്മൾ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു പോയിന്റിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കണേ. അതായത് ഈ ഒരു ലൈനിനേക്കാൾ കുറച്ച് താഴെ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചിരിക്കണേ. ഇനി നമുക്കതേ ഈ 2 കോർണേഴ്സിലും ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. ഈ 2 കോർണറിലും ചെറിയ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അടിയിലത്തെ തുണിയിലും ഈ ഒരു കോളറിൻ്റെ തുണിയിലും കട്ട് വീഴണം.
ചെറിയൊരു കട്ട് ചെരിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഈ ഒരു കോർണറിൽ നമ്മൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോർണറിലും ഇതുപോലെ ചെരിച്ച് കട്ടിട്ട് കൊടുക്കുക. ഈ ഒരു കോർണറിലും ചെരിച്ച് കട്ടിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും നമ്മൾ ചെരിച്ച് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിത് പതിച്ച് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പതിച്ച് ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഈ എക്സ്ട്രാ നിൽക്കുന്ന ഈ ഒരു തുണി ഉണ്ടല്ലോ, അത് നമുക്ക് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. രണ്ടും ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു സൈഡിൽ ഇങ്ങോട്ടും ഈ ഒരു സൈഡിൽ ഇങ്ങോട്ടും വരുന്ന പോലെ ഒന്ന് ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് നമ്മൾ ക്രോസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു പീസ് ഇതുപോലെ നിൽക്കുന്നുണ്ട്. അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി ഉള്ളിലേക്ക് വിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മടക്കി ഉള്ളിലേക്കാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അതിനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി റൗണ്ടിന് ഇതുപോലെ അങ്ങ് പതിച്ച് അടിച്ചു പോവാം. ഇതുപോലെ തന്നെ അറ്റം റൗണ്ടിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഉള്ളിലുള്ള തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ബാക്കോട്ട് ആക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആ ഒരു തയ്യൽ തുമ്പൊക്കെ ബാക്കോട്ട് ആക്കി വെച്ച് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നെക്ക് നമ്മൾ ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നെക്കിൻ്റെ ചുറ്റും ഞാനൊരു ലേസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെയിം ക്ലോത്ത് ആയതുകൊണ്ട് ആ ഒരു സെപ്പറേഷൻ ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ലേസ് വെച്ചിട്ട് ചുറ്റിനും ഇതുപോലെ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതേ ഷേപ്പിന് തന്നെ വെച്ച് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ ഈ ഒരു ലേസ് വെച്ചിട്ട് ആ റൗണ്ടിന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ നെക്കിൽ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ട് സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോഡി പാർട്ട് നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ്. അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യണേക്ക് മുമ്പായിട്ട് നമ്മൾ സ്ലീവിൻ്റെ അരികുവശം മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല, തേരുവശം ആയതുകൊണ്ട്. ഇനി ഇത് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ലീവിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ചേർന്ന് വരണം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ലീവിൻ്റെ സെൻറ്ററും ഷോൾഡർ ജോയിൻറ്റും ഒരുപോലെ വരണം. ഇതുപോലെ വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും കുറച്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്കും കുറച്ച് തയ്യൽ തുമ്പിട്ട് ഇതുപോലെ സ്ലീവിൻ്റെ അതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് സാധാരണ സ്ലീവ് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയുന്നില്ല കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് വരിക കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരിക. ഇവിടെ വന്നതിന് ശേഷം നമ്മളിനി പോക്കറ്റിൻ്റെ ഭാഗമാണ് ഷേപ്പ് ചെയ്ത് പോകേണ്ടത്. ചെറിയൊരു തയ്യൽ തുമ്പിട്ട് നമുക്കിതേ ഷേപ്പിന് തന്നെ ഷേപ്പ് ചെയ്ത് വന്ന് നമുക്ക് അടിഭാഗം അങ്ങ് ഷേപ്പ് ചെയ്ത് പോവാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു പോക്കറ്റിൻ്റെ ഭാഗം ഷേപ്പ് ചെയ്തെടുത്ത് അടിയിലേക്ക് പോവാം. ലാസ്റ്റ് ഫൈനലായിട്ട് ഇതിൻ്റെ ഈ ഒരു അരികുവശം കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം.